ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ചില വർക്കുകൾ നമ്മൾ തുടങ്ങും. പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അടിപൊളിയായിരിക്കും. അങ്ങനത്തെ ഒരു വർക്കാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ കോൺഫിഡൻസ് ഇല്ലെന്ന് പറയാൻ കാരണം ദാ ഈ ഒരു കാർട്ടൂണാണ്. ഈ ഒരു ബോക്സ് തന്നെ ഒരു ചളുക്കോ പുളുക്കോ ബോക്സാണ്. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിഞ്ഞു പോകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല തിക്കായിട്ടുള്ള നല്ല സ്ട്രോങ് ബോക്സാണ് ഉള്ളതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്യാം. ഇത് കുറച്ച് നീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ പേപ്പറൊക്കെ ഒട്ടിച്ച് ഇതുപോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കളർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ബോക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റ് അങ്ങോട്ട് പെയിൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അത് നാലും കൂടെ ചേർത്തൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് ചറപറ പഞ്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വെക്കണം. എന്നിട്ട് നമ്മുടെ ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 സൈഡിലും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്ക്വയർ പീസ് കാർഡ്ബോർഡാണ് കേട്ടോ. അത് നമ്മൾ രണ്ടെണ്ണം വീതം വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്, ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഗോൾഡൻ പേപ്പറിൽ ഇങ്ങനെ കവർ ചെയ്തെടുത്തു. ഇങ്ങനത്തെ ഒരു 1 2 3 4 പീസ് വേണം. അതിൽ 2 സെയിം സൈസിൽ, പിന്നെ 2 കുറച്ചുകൂടെ കുഞ്ഞതായിട്ടും അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 ഇതുപോലെ നമ്മൾ മേളിൽ ഒട്ടിക്കുക, 1 താഴെ ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു റിങ് വേണം. റിങ്ങിന് എൻ്റെ മനസ്സിൽ വന്ന ഐഡിയ ഇതാണ് കേട്ടോ. ഈ ഒരു റിങ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു. അല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാം. പേപ്പർ വെച്ച് കവർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് തോന്നി. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഗോൾഡൻ പേപ്പറിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചറപറ അങ്ങോട്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് ടോപ്പിൽ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ലാമ്പാണ്. ഇതുപോലൊരു ലാമ്പ് എടുത്തിട്ട് ഞാൻ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് പോർഷനും കൂടെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തു. ഇതൊരു റമദാൻ സ്പെഷ്യൽ ലാമ്പാണ് കേട്ടോ. ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.